നമസ്കാരം, എൻ്റെ പേര് സുവിൽ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പടിയൂരിൽ നിന്നാണ് വരുന്നത്. പെരിഞ്ഞനത്ത് ഗ്രൂംസ് എന്ന പേരിൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഈ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ടായിട്ട് ഈ ചേട്ടൻ്റെ കോലം എന്താണ് ഇങ്ങനെയാണ്. ഇതന്നെ എൻ്റെ വീട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ നേരമില്ല, മറ്റുള്ളവരുടെ കാര്യം നോക്കാനാണ് നേരം. ഇന്ന് രാവിലെയും കൂടെ അത് പറഞ്ഞുള്ളൂ. സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡികൾ സംഭവിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്ന് കലവില കൂട്ടും. അപ്പോൾ ക്ലാസ് ടീച്ചർ ഒരു ആക്രോശമുണ്ട്, സുവിൽ സ്റ്റാൻഡപ്പ് എന്ന് പറയും. ആ നേരത്ത് എലി പുന്നല് കണ്ടോണം എൻ്റെ ഒരു സ്റ്റാൻഡപ്പ് ഉണ്ട്. ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു കോമഡി ആയിട്ട് തോന്നാറുണ്ട്. ഇതാണ് ഞാനും സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. എന്ന് വെച്ച് ഈ ഷോ തന്നെ പുറത്താക്കരുത്. കാരണം ഈ ഷോയെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരാളാണ് ഞാൻ. അതിന് പ്രത്യേകിച്ച് നന്ദിയൊന്നും വേണ്ട, ഈ ഷോയിൽ എന്നെ പരിഗണിച്ചാൽ മാത്രം മതി. ചെറുപ്പം മുതലുള്ള ഒരു ഉപദേശി സുഹൃത്തിനെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ചെവിട്ടിൽ മൂട്ട പോയ പോലെയാണ് അവൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. പതിരിപ്പിൽ വെള്ളച്ചാട്ടം കാണാൻ അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി അവനോട് ഒറ്റ കാര്യം പറയുള്ളൂ, ഡാ നീ കുറച്ചു നേരം ഒന്നും മിണ്ടാണ്ടിക്കണമെങ്കിലേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാനായിരുന്നു. അത്രയ്ക്ക് വെറുപ്പിക്കലായിരുന്നു ഇവൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. ഇവൻ്റെ ഈ ഉപദേശവും സൽപ്രവൃത്തിയും കാരണം നാട്ടിൽ അത്യാവശ്യം ഉടായ്പ് കാണിച്ച് നടന്നിരുന്ന എനിക്കൊന്നും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഉദാഹരണത്തിന് ഞാനും അവനും റോട്ടിൽ കൂടെ നടന്നു വരുന്നു. എതിരെ നിന്ന് എൻ്റെ അച്ഛനും വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖഭാവം എന്ന് പറയുന്നത് ഈ പൂച്ചനെ പിടിച്ച് പട്ടിയുടെ മുന്നിൽ ഇട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മുഖഭാവം ഉണ്ടല്ലോ, അതുപോലെയാണ്. പോരാത്തതിനൊരു ഡോയിലാകും, അവനെ കണ്ട് പഠിക്കടാ എന്ന് പറയും. അതുപോലെ തന്നെ കൗമാരപ്രായത്തിൽ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് ഒരു മുറിവീടൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ വേട്ടമ്പള്ളി വന്നിട്ട് അത് തട്ടിക്കളയും. എന്നിട്ട് അവൻ്റെ ഒരു ഒടുക്കത്തെ ഉപദേശമുണ്ട്, എന്തു തോൽവിയടത്, ഇങ്ങനെ പോയാൽ നിങ്ങൾ നാളത്തെ ലഹരിയുടെ അടിമകളാണ് കേട്ടാ. ഞങ്ങൾ അവനിങ്ങനെ നോക്കും. ഉപദേശിക്കാനായിട്ട് വലിഞ്ഞു കയറി വന്ന പോലെയാണ് അവൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ഉപദേശിച്ച് നടന്നിരുന്ന ആ സുഹൃത്ത് ഇന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ ഡീലറാണ്. ഇപ്പോൾ സലീമേട്ടൻ, രമേശേട്ടൻ ഇവരൊക്കെ കോമഡിയുടെ തലതൊട്ടപ്പന്മാരാണെങ്കിൽ ഹാൻസ്, ശംഭു, മധു, ഗണേശ്, ചൈനകേനി ഇതൊക്കെ ഇവ വിൽക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ തലതൊട്ടപ്പന്മാരാണ്. രമേശേട്ടാ, ഇതൊരു ചെറിയ കളിയല്ല, വലിയ കളിയാണ്. സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട് അവന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. പിന്നെ അവൻ ഡെയിലി ഇടുന്ന ഓരോ സ്റ്റാറ്റസ് സ്പോട്ട് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ സാധനം എത്തും. ആമസോണും ഫ്ലിപ്കാർട്ടും പോലും കൊടുക്കാത്ത ഓഫറുകളാണ് അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരെ മുമ്പിലും തലകുനിക്കാത്ത അവൻ സിനിമാ തിയേറ്ററിൽ എന്ന് തലകുമ്പിട്ടിരിക്കുള്ളൂ. ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള ഒരു പരസ്യം വരില്ലേ, അപ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്തിനാണ് ഇങ്ങനെ തലകുമ്പിട്ടിരിക്കണേ? അപ്പോൾ അവൻ പറയാ കുറ്റബോധം കൊണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ പണി നിർത്തിക്കൂടെ? ഞാനില്ലെങ്കിലേ ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന്, ഈ സാധനം വെച്ചാൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവനൊന്നും പോലീസ് പിടിക്കില്ലേന്ന്. പിന്നല്ല, പലതവണ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാലും ഇവൻ്റെ വിൽപ്പനയ്ക്ക് ഒരു കുറവില്ല. പണ്ട് അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന എൻ്റെ അച്ഛൻ ഇപ്പം എന്നോട് പറയുന്നത്, നീ എങ്ങാനും അവൻ്റെ പോലെ ആയിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ച് കാശൊക്കെ ആകുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന സ്വാഭാവികമാണല്ലോ, എല്ലാവരും ഇല്ല, ചിലരുടെ. അങ്ങനെ ഇവൻ്റെ എല്ലിൻ്റെ ഇടയിലും കുത്തി. അത് സുഹൃത്തായ എൻ്റെ ഉറക്കം കിടത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. രാത്രി 2 മണിക്കൊക്കെ വിളിച്ച് ഇവൻ്റെ സങ്കടം പറയാൻ തുടങ്ങും. ഇവിടെ സ്ത്രീയെക്കുറിച്ചും പ്രകൃതിനെക്കുറിച്ചും എന്ന് വേണ്ട പലതിനെക്കുറിച്ചും ഇവിടെ ആൾക്കാർ കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ എന്നെ ഞാനാക്കിയ എൻ്റെ ഹാൻസിനെ കുറിച്ച് മാത്രം ആരും കവിത എഴുതിയിട്ടില്ല. സങ്കടകരമായ അവസ്ഥ. ആ നേരത്തെ ആ വേട്ടമ്പള്ളിനെ ഒഴിവാക്കാൻ പറഞ്ഞ്, എന്നാൽ ഒരു കാര്യം ചെയ്യുന്നു, ഈ എന്നെ അങ്ങോട്ട് എഴുതുമെന്ന് പറഞ്ഞു. ഒഴിവാക്കാൻ പറഞ്ഞാണെങ്കിലും അവനത് സീരിയസ് ആയിട്ട് എടുത്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിൽ എന്തൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് വളരെ ഗൗരവമായിട്ട് അത് ചൊല്ലി കേൾപ്പിക്കാൻ തുടങ്ങി. പ്രശസ്ത കവി ONV സാറിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനത് ക്ഷമയോടെ കേട്ടിരുന്നു. ഉണ്ണി കടയിൽ കയറുന്നു, 100 നോട്ട് കൊടുക്കുന്നു. ഉണ്ണി എന്ന് പറയുന്നത് ഇവൻ്റെ സ്ഥിരം ഹാൻസ് വാങ്ങിക്കുന്ന കസ്റ്റമർ ഉണ്ടാകും. ഉണ്ണി കടയിൽ കയറുന്നു, 100 നോട്ട് കൊടുക്കുന്നു, 100 നോട്ട് കൊടുക്കുന്നുണ്ണി പൊന്നിൻ പാക്കറ്റ് വാങ്ങുന്നു. പൊന്നിൻ പാക്കറ്റിലുണ്ടല്ലോ കരകുര കുറുകുര പുകലപ്പൊടി, പൊന്നിൻ പാക്കറ്റിലുണ്ടല്ലോ കരകുര കുറുകുര പുകലപ്പൊടി. കയ്യിലെടുത്തു തിരുമ്പുന്നുണ്ണി ചുണ്ടിനിടയിൽ തിരുകുന്നു, കയ്യിലെടുത്തു തിരുമ്പുന്നുണ്ണി ചുണ്ടിനിടയിൽ തിരുകുന്നു. ഉണ്ണിക്കെന്തോരുന്മാദം, ഉണ്ണിക്കെന്തോരുന്മേഷം, ഉണ്ണിക്കെന്തോരുന്മാദം,
കോരി തരിക്കുന്നുണ്ണി, അടിമുടി കോരി തരിക്കുന്നുണ്ണി. ഉണ്ണിക്കെന്തോരുന്മാദം, ഉണ്ണിക്കെന്തോരുന്മേഷം. ഉണ്ണിന്ന് 6ാമത്തെ റേഡിയേഷൻ കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊരു പ്രചോദനമായി എടുക്കാതെ പുകയില ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.